ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിൽ 4 മാർക്ക് ഉണ്ടാവുന്ന സെക്ഷൻ ഡിയിലുള്ള വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം മനസ്സിലാക്കി ഇതുപോലുള്ള മറ്റു ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ വീഡിയോകൾ പരീക്ഷ സംബന്ധിച്ചോ അല്ലാതെ ഇതിലൂടെ വരുന്നതാണ്. ഏത് പ്രായക്കാർക്കും ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചോദ്യം ഇതാണ്, നമുക്ക് തന്നേക്കേണ്ട കുറേ കാര്യങ്ങൾ. 4/9 = 0.444, 5/9 = 0.555, 6/9 = 0.666. അപ്പോൾ 1/9 എന്ന് പറയുന്നതായിരിക്കും 0.111 അങ്ങനെ പോകും. 2/9 എന്ന് പറയുന്നത് 0.222 എന്ന് പോകും. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കണം 0.333 + 0.222 എത്രയാണെന്നുള്ളത്. ഒരു കുട്ടിക്ക് ഇത് മനസ്സിലാക്കിയ ഒന്ന് പഠിച്ചില്ലെങ്കിലും എഴുതാം. 0.333 എന്ന് പറയുന്നത് 3/9 ആണ്. 0.222 എന്ന് പറയുന്നത് 2/9 ആണ്. അപ്പൊ ഇതിങ്ങനെ അവസാനിക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണമെന്നുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയാണ് ഈ ഫ്രാക്ഷനെ ആഡ് ചെയ്യുക. കാരണം ഇതിന് രണ്ടിനും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 9. ഇനി എന്താ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക? 3 + 2 5/9. വെരി സിമ്പിൾ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിന്റെ 0.222 ഹോൾ സ്ക്വയർ? 0.222 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/9 ആണ്. 2/9 ഹോൾ സ്ക്വയർ. അപ്പൊ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി എഴുതാം. 2/9 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 2/9 × 2/9 ആണ്. അപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂള് ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 4 9 × 9 81. 4/81 ആണ് ആൻസർ. 4 മാർക്ക് ഈസി ആയിട്ട് കിട്ടി. അപ്പോൾ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഫ്രണ്ട്സ് സൈനിങ് ഔട്ട്.